അല്ല ഫ്രണ്ട്സ്, സൈലൻസർ ഓട്ടയായിട്ട് പൊല്യൂഷൻ കിട്ടാതെ വന്ന വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ പൊല്യൂഷനൊക്കെ എടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നാൽ പോലും പൊല്യൂഷൻ കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസർ തുളയായിരുന്നു. ഇതുണ്ടല്ലേ, ഈ ഒരു തുള കാരണം ഇതിനകത്ത് എയർ കംപ്രസ് ചെയ്ത് നിൽക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പൊല്യൂഷൻ കിട്ടുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുതിയൊരു സൈലൻസർ മേടിച്ചിട്ട് മാറിയിട്ട് പുക എടുക്കുകയാണ് ചെയ്തത്. പിന്നെ പണ്ടത്തെ പോലെ ഒന്നുമില്ല. ചെറിയ ചെറിയ എന്തെങ്കിലും പ്ലഗ് കംപ്ലയിൻറ്റ് അതുപോലുള്ള എന്തെങ്കിലും ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും പുക കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് പുതിയ സൈലൻസർ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രമായിരുന്നു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിലുള്ളത് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ മാറി ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും വണ്ടിയുടെ പൊല്യൂഷൻ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ. പിന്നെ ഈ സൈലൻസറിലൊക്കെ ചെറിയ പൊട്ടുകളും അതുപോലെ തുളയൊക്കെ വന്നു കഴിയുമ്പോൾ അത് വെച്ച് ഓടിച്ച് കൊണ്ട് നടക്കുവാണെങ്കിൽ തന്നെ മൈലേജിൽ ഒരുപാടല്ല ചെറിയ വേരിയേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ, മൈലേജ് കുറയാനൊക്കെ. പിന്നെ ചെറിയ ഹോളൊക്കെ ആണെങ്കിൽ അഴിച്ചെടുത്തിട്ട് നമുക്ക് വെൽഡ് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. ഗ്യാസ് വെൽഡ് ചെയ്തായി അവിടെ വേറൊരു കഷ്ണം വെച്ചിട്ട് ഗ്യാസ് വെൽഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് പോയി കിടക്കുമായിരുന്നു. ഉള്ളിലൊരു സാധനം വിട്ട് കിടന്നിട്ട് സൈലൻസറിൻ്റെ ഉള്ളിൽ ഫുള്ള് പോയി കിടന്നിട്ട് നല്ല സൗണ്ടായിരുന്നു ഉള്ളിൽ നിന്ന്. അപ്പോൾ അവിടെ കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് മാറ്റിയിട്ട് വെൽഡ് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ അതിനൊക്കെ കുറച്ച് പ്രയാസമുണ്ട്. പിന്നെ കുറച്ച് പാടാണ്, അല്ല കുറച്ച് പൈസ ആവുമെന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർ പറഞ്ഞു എന്നാൽ പിന്നെ പുതിയതോരണം മേടിച്ച് പിടിപ്പിച്ചോളാൻ പറഞ്ഞുകൊണ്ട് പുതിയതോരണം മേടിച്ചതാണ്. നമ്മളിവിടെ കോതമംഗലത്ത് നിന്നാണ് സ്പെയർ എടുക്കണേ. കോതമംഗലത്ത് നമുക്ക് അറിയാവുന്ന 2-3 ഷോപ്പുകളുണ്ട്. അപ്പോൾ അവർക്ക് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ ബസ്സിൽ കയറ്റി വിടുവാണ് പതിവ് സാധാരണ. പിന്നെ നമ്മൾ എന്തെങ്കിലും കോതമംഗലമൊക്കെ പോകുന്ന ടൈമിലുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി എടുക്കും. പിന്നെ വേറെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ എത്തിച്ച് തരാറുണ്ട്. പിന്നെ നമ്മൾ വലിയ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ അവിടെ പോയി എടുക്കും. ഇപ്പോൾ ഒരു കാറിൽ കൊണ്ടുവരുന്ന കേസാണ്, അല്ലെങ്കിൽ ബസ്സിലൊന്നും കയറ്റി വിടാൻ പറ്റാത്ത ഐറ്റംസ് ആണെങ്കിൽ അവിടെ പോയി എടുക്കും. പിന്നെ അത്യാവശ്യം കുറച്ച് സ്പെയറുകളൊക്കെ നമ്മളിവിടെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലുള്ള സൈലൻസർ കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ മാറാൻ തന്നെ ആയതുകൊണ്ട് നമ്മൾ സൈലൻസർ ഷോക്ക് അതുപോലുള്ള കാര്യങ്ങളൊന്നും എടുത്ത് വയ്ക്കാറില്ല. അതിനൊക്കെ ഒരുപാട് പൈസ ആവുമല്ലോ. ഇപ്പോൾ ഈ ഒരു പോർഷൻ സൈലൻസർ വന്നതിന് തന്നെ 2000 രൂപയായി. അപ്പോൾ ഇതുപോലെ ഒരുപാട് എടുത്ത് വയ്ക്കണമെങ്കിൽ ഒരുപാട് പൈസ വേണം. ഉണ്ടോ പുതിയ സൈലൻസർ കയറ്റി പിടിപ്പിച്ചതിന് ശേഷം പുകയുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടോ. പിന്നെ വേറെ കുഴപ്പമൊന്നും കണ്ടില്ല. പിന്നെ മൈലേജൊക്കെ അത്യാവശ്യം ആയി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസർ പൊട്ടി കിടക്കണതുകൊണ്ട് കുറച്ച് മൈലേജ് വേരിയേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. പിന്നെ ഇതാണ് ബാക്കിൽ വന്ന പോർഷൻ. ഈ സാധനത്തിനൊരു കംപ്ലൈൻറ്റും ഇല്ല കേട്ടോ. ഫ്രണ്ടാണ് സംഭവം തുളഞ്ഞു പോയത്. പിന്നെ നമ്മൾ അതിൻ്റെ ബോൾട്ട് കാര്യങ്ങളൊക്കെ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു പാക്കിങ് മോശമായിരുന്നു. അപ്പോൾ അത് ഈ ഒരു പാക്കിങ്ങോടെ മാറിക്കൊടുത്തു കേട്ടോ. ഇത് സൈലൻസറിൻ്റെ ഫ്രണ്ടിലിടുന്ന പാക്കിങ്ങാണ്. ആ സാധനം മാറിക്കളഞ്ഞു. ഇത് ഇവിടെ വരുന്ന പാക്കിങ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതായാലും പുക ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ ഒരു ചെറിയ പാക്കിങ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രഷർ കിട്ടാതെ ലീക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു ആയതുകൊണ്ട് നമ്മൾ ആ പാക്കിങ്ങോടെ അങ്ങ് മാറിക്കളഞ്ഞു. പിന്നെ ഇത് അതിൻ്റെ സെൻറ്ററിൽ വരുന്ന പാക്കിങ് കേട്ടോ, വള പാക്കിങ് സെൻറ്ററിൽ വരുന്നൊരു പാക്കിങ്ങാണ്. ഈ ഒരു സംഭവം കൂടെ അങ്ങ് മാറിക്കളഞ്ഞു. പിന്നെ ഏതായാലും ഇത്ര ആയ സ്ഥിതിക്ക് പാക്കിങ്ങുകൾ 2 മാറിക്കളഞ്ഞു. പിന്നെ ഈ സൈലൻസർ അഴിച്ചെടുക്കാൻ നേരത്തെ ഫ്രണ്ടിലെ ബോൾട്ട് നല്ല ടൈറ്റായിരുന്നു. തുരുമ്പ് പിടിച്ചിട്ട് നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്തിട്ട് അഴിഞ്ഞു പോകില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ശരിക്കും ബലം പിടിച്ച് കഴിഞ്ഞപ്പോൾ ആ സാധനം ഒടിഞ്ഞാണ് പോകുന്നത്. പിന്നെ നമ്മൾ 2 ബോൾട്ട് പുതിയത് മേടിച്ചാണ് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തത് കേട്ടോ. പുതിയ ബോൾട്ട് മേടിച്ച് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തു. സൈലൻസർ ഇതുപോലെ ഫുള്ള് പുതിയതുപോലെ ആക്കി. പുതിയത് ഫ്രണ്ടിൽ മേടിച്ചിട്ടു. ബാക്കിലുള്ളത് നല്ലതായിരുന്നു, അത് വിട്ടു. അങ്ങനെ പുതിയ സൈലൻസറായി ഗൈസ്. അങ്ങനെ പുകയൊക്കെ ഓക്കെ ആയി. ഓക്കെ.